ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെൻ്റ്ലി നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു വാഹനമാണ് 5GB 40 കിലോവാട്ടിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട്. ഇതാണ് നിങ്ങളെ കാണുന്ന വാഹനം. 5GB സ്മാർട്ട് പ്ലസ് വേരിയൻ്റ് ആണ്. ഇതിലാണ് നമുക്ക് 40 കിലോവാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 12 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസിന് ലഭിക്കുന്ന ബെസ്റ്റ് EV കാർ, അതാണ് നമ്മളുടെ 5GB ഈ സ്മാർട്ട് പ്ലസ് വേരിയൻറ്റ്. റീസെൻ്റ്ലി നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു വാഹനവും ഈ 5GB ഈ ഒരു വേരിയൻറ്റിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം 5GB അപ്ഡേറ്റ് വന്നതിന് ശേഷം 40 കിലോവാട്ട് ബാറ്ററി പാക്കിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വേരിയൻറ്റ്, അല്ലെങ്കിൽ ദ ബെസ്റ്റ് വേരിയൻ്റ് എന്ന് പറയാവുന്നത് ഈ ഒരു സ്മാർട്ട് പ്ലസ് വേരിയൻ്റാണ്. കാരണം അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഡീസൻ്റ് ഇനഫ് ആയിട്ടുള്ള റേഞ്ച് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ബേസ് വേരിയൻ്റ് ആണെങ്കിലും ടോപ്പ് എൻഡ് ആണെങ്കിലും നമ്മളുടെ ബാറ്ററി പാക്കിലോ റേഞ്ചിലോ പവറിലോ വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ വാഹനം എടുക്കാനായിട്ടുള്ള റീസണും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഈ വേരിയൻറ്റിന് ലഭിക്കാനായിട്ടുള്ള ഒരു കാരണവും. ഇനി ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു പ്യുവർ വൈറ്റ് ഫിനിഷിലാണ് ഈ വാഹനം വരുന്നത്. നമുക്ക് ഈ സ്മാർട്ട് പ്ലസ് വേരിയൻറ്റ് 4 കളറിലാണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർനോവ കോപ്പർ, ആ ഒരു പുതിയ കളറ്, പിന്നെ പ്യുവർ ഗ്രേ, വൈറ്റ്, പിന്നെ ബംഗാൾ റോഗ് എന്നും പറഞ്ഞ ഒരു റെഡിഷ് കളറ്. ഈ ബംഗാൾ റോഗ് കളർ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഇപ്പോൾ റോട്ടിൽ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. കുറച്ചും കൂടി കാണാൻ ഭംഗിയുള്ള കളറായിട്ട് അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമുക്ക് ഡ്യുവൽ ടോൺ വേരിയൻ്റ് ഒന്നും ഈ ഒരു സ്മാർട്ട് പ്ലസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഡ്യുവൽ ടോൺ കളറൊന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ടോപ്പ് ആൻഡ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് വരുന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരു റൂഫ് റെയിൽസ് ആണ്. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്നോ പുറത്തു നിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഷോറൂമിൽ നിന്ന് ആ റൂഫ് റെയിൽസും നമ്മളുടെ ഫോഗ് ലൈറ്റും കൂടി ആക്സസറി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കിലേക്ക് ഈ വാഹനം മാറും. ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേരിയൻറ്റുകളിലും LED DRL ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വശങ്ങളിലും ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് നമ്മൾക്ക് ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ പ്രൊജക്റ്റഡ് ആണ്, ഇതിനകത്ത് നോൺ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഈ പോർഷൻസ് എല്ലാം നമുക്ക് ആ ഒരു ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ആ പഴയ ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നു എങ്കിൽ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്കിൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയായനെ. ഫ്രണ്ടിലെ ഈ ഒരു ബമ്പറിൻ്റെ പോർഷൻസ് ആണെങ്കിൽ പുതിയൊരു ഗ്രേ ഫിനിഷാണ്. അതിൻ്റെ താഴെ വശത്തായിട്ട് നമുക്കൊരു സിൽവർ ഫിനിഷും വരുന്നുണ്ട്. 195 mm ആണ് പഞ്ചിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ടോപ്പിലായിട്ട് ഇവിടെ ആ ഒരു ചാർജിങ് പോർട്ട് കാര്യങ്ങൾ കാണാം. അതിൻ്റെ നടുക്കായിട്ടാണ് ആ ലോഗോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ നമുക്ക് ഈ നമ്മളുടെ പഴയ പഞ്ചിൽ ഇവിടെ ഒരു കണക്റ്റഡ് DRL ആയിരുന്നു. ഇപ്പോൾ അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്ക്. ഇപ്പോൾ സെക്കൻഡ് വേരിയൻ്റ് ആണെങ്കിലും ടോപ്പ് വേരിയൻ്റ് ആണെങ്കിലും ലുക്ക് കാര്യങ്ങളെല്ലാം എക്സാക്റ്റ് സിമിലർ ആണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ തന്നെ, അതായത് 40 കിലോവാട്ടിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 16 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. അത് അപ്പോളോൻ്റെ ടയേഴ്സ് കൊടുത്തിരിക്കുന്നു. ഒരു കാണാൻ ഭംഗിയുള്ള വീൽ കവർ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. 195 60R16 ആണ് ടയർ സൈസ്. അതായത് ബേസ് വേരിയൻറ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ സെയിം ടയർ സൈസാണ്. അപ്പോൾ അലോയ്സ് മാത്രം നിങ്ങൾ എക്സ്റ്റേണലിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി അലോയ്സിലേക്ക് മാറ്റണമെങ്കിൽ. വശങ്ങളിലെല്ലാം നമുക്ക് ആ ഒരു ഗ്രേ ക്ലാഡിങ് പോകുന്നത് കാണാം. ഇവിടെ ടാറ്റ.EV എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഇതിപ്പോൾ ബേസ് വേരിയൻ്റാണെന്ന് മനസ്സിലാവുന്നത് വശങ്ങളിലേക്ക് വരുമ്പോഴാണ്. കാരണം നമ്മളുടെ മിറേഴ്സും ഡോർ ഹാൻഡിൽസും നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ചെറിയൊരു ബഡ്ജറ്റ് ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ആ മിറേഴ്സിൽ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാനും ഫോളോ മീ ഹെഡ് ലാമ്പിൻ്റെ ഓപ്ഷനോട് കൂടി ഒരു ഫ്ലിപ്പ് കീയും ഒരു നോർമൽ കീയുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷാണ്. റിക്കോസൻസിൽ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. B പില്ലറും C പില്ലറിൻ്റെ പോർഷൻസും മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഇതിപ്പോൾ ഒരു ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് റൂഫ് റൈഡ്സോ സൺറൂഫോ ഒന്നും കാണാനായിട്ട് പറ്റില്ല. ബാക്കിൽ ഷാർഫിൻ്റെ ആൻറ്റിന കാണാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ കണക്റ്റഡ് ടൈലൈറ്റ് ഒന്നും നമുക്ക് ഈ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള വരുന്നില്ല. ആ ഒരു പോർഷൻ നമുക്ക് ചെറിയൊരു റിഫ്ലക്റ്ററോട് കൂടി ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ടെയിൽ ലൈറ്റ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. LED ഒന്നും കാണുന്നില്ല. അതിൻ്റെ താഴത്ത് നമുക്ക് നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സും ഹാലജനായിട്ടാണ് വരുന്നത്. ഈ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. നമുക്ക്
ബാക്കിൽ വൈപ്പർ വാഷർ ഡീഫോഗർ ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ഇതൊരു ഡാഷ് ക്യാം ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വശങ്ങളിലായിട്ട് നമുക്ക് സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈൻ എലമെൻറ്റ് കാണാം. അത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. പഞ്ചിലൊക്കെ ഒരു സ്പോയിലറും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ലുക്കാവും ഈ വാഹനം കാണാനായിട്ട്. അതിനകത്ത് ഇവിടെ നമുക്ക് ടാറ്റയുടെ ലോഗോ കാണാം. പഞ്ച് .ev എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. ഈ ബേസ് വേരിയൻറ്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ബാക്കിലെ ബെമ്പറിൻ്റെ പോർഷൻസ് എല്ലാം നമുക്ക് ആ ഒരു ഗ്രേ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് ആ സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സെൻറ്ററായിട്ടാണ് നമുക്ക് റിവേഴ്സ് ലൈറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബാക്കിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഴയ പഞ്ചിൻ്റെ ഓൾമോസ്റ്റ് ഒരു ലുക്ക് എന്ന് പറയാം. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 366 ലിറ്ററാണ് പഞ്ചിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ ചാർജിങ് കേബിൾ കാര്യങ്ങളാണ്. ബാക്കിൽ നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഈ ഒരു ബേസ് വേരിയൻറ്റ് തൊട്ടേ വരുന്നുണ്ട്. പാർസൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത് ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് ആക്സസറി ആയിട്ട് ചെയ്യാം. ഇവിടെ നമുക്കൊരു 1 kg ഹാങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും വരുന്നുണ്ട്. 2 വശത്തും 1 kg എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് ബേസ് വേരിയൻ്റ് ആണ്. റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ഫിനിഷ് എന്ന് തന്നെ പറയാം ഇൻറ്റീരിയറും. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം നമുക്കൊരു വൈറ്റ് ഫിനിഷാണ് വരുന്നത്. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. അകത്തെ ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. അത് നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യണം. ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്കിവിടെ പഞ്ച് എന്ന് പറഞ്ഞ സ്കഫ് ലൈറ്റ് കാണാനായിട്ട് പറ്റും. ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ സീറ്റുകളാണ്. അതിന് നടുക്കൊരു സിൽവർ ഇൻസേർട്ട് കാര്യങ്ങൾ കാണാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വേറെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. AC വെൻറ്റ്സ് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. AC-യുടെ നടുക്ക് നമുക്കൊരു സിൽവർ ടച്ചും വരുന്നുണ്ട്. സ്മാർട്ട് പ്ലസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരും ഇതൊരു ബേസ് വേരിയൻറ്റ് കാറാണ് അല്ലെങ്കിൽ 40 kW ബേസ് വേരിയൻ്റാണെന്ന് പറയില്ല. കാരണം ഒരു ഡീസൻറ്റ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ എന്ന് പറയാം. ഇപ്പോൾ ഇൻറ്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളും സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. ഈവൻ കളർ ടോൺ വരെ സിമിലറാണ്. ഈവൻ ഫ്രണ്ട് നമുക്ക് ആ ഒരു സ്റ്റാൻഡ് അലോണായിട്ട് നിൽക്കുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ 10 ഇഞ്ചാണ്. ഈ വേരിയൻറ്റിൽ നമുക്ക് 8 ഇഞ്ചിൻ്റെ സ്ക്രീനാണെന്നുള്ള ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അത് ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യുന്നില്ല. കാരണം ഈ ഫുൾ സൈസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 10 ഇഞ്ചിൻ്റെ സൈസ് തന്നെയാണ്. അതിൻ്റെ അകത്ത് സ്ക്രീൻ സൈസ് മാത്രമാണ് ചെറുതായിരിക്കുന്നത്. ആ ഇൻ്റർഫേസ് കാര്യങ്ങളെല്ലാം ടോപ്പ് എൻഡിന് ഓൾമോസ്റ്റ് സിമിലറാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാലും നമ്മൾ ടോപ്പ് എൻഡിലേക്ക് കാണുന്ന സെയിം ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. മൾട്ടി ഫംഗ്ഷണലാണ്. ആ ഒരു ടാറ്റയുടെ ലോഗോ കാര്യങ്ങളും ബാക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ക്രൂസ് കൺട്രോളൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷനോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും വരുന്നില്ല. ഇതിനകത്ത് നമ്മുടെ പാഡൽ ഷിഫ്റ്റേഴ്സ് പോലെയുള്ള റീജനിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. അതിനകത്ത് നമുക്ക് ഡ്രൈവ് റീജൻ ഓപ്ഷൻസ്, ആ ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്യാനായിട്ട് ബാറ്ററി പെർസെൻറ്റേജ് കൊടുത്തിരിക്കും. നടുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കാണാം, റേഞ്ച് കാണാം, പിന്നെ 97% ചാർജ് ബാലൻസ് ഉണ്ടെന്ന് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഇതിനകത്ത് നമുക്ക് ട്രിപ്പ് പോലെയുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു വശത്തായിട്ട് നമുക്ക് ടൈമും മറ്റു കാര്യങ്ങളെല്ലാം റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. പിന്നെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ടു ഡ്രൈവ് ആയതുകൊണ്ട് റെഡി എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ സ്പോർട്ട് മോഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. സ്പോർട്ട്, പിന്നെ സിറ്റി ആൻഡ് ഇക്കോ, അങ്ങനെ 2 ഡ്രൈവ് മോഡ്. ഇക്കോ എന്ന് സെപ്പറേറ്റ് ബട്ടണാണ്. ഇക്കോ നിങ്ങൾക്ക് ആ ഒരു ഇലയുടെ ചിഹ്നം കാണാം. സ്പോർട്ട് എന്ന് പറയുമ്പോൾ റെഡായിട്ട് ഒരാൾ ഓടാൻ നിൽക്കുന്നു. പിന്നെ സിറ്റി എന്ന് പറയുമ്പോൾ സിറ്റിയുടെ ആ ഒരു എംബ്ലമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒരു ക്ലിക്കിൽ നമ്മൾ ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അത് ഈസി റീഡബിളാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ക്ലസ്റ്ററാണ്, പക്ഷേ എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞോണ്ട് 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണിത്. ഹാർമൻ്റെ സിസ്റ്റം തന്നെയാണ്. 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ് നമ്മുടെ AC-യുടെ നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കൂട്ട് കുറയ്ക്കുക, പിന്നെ ഫാൻ സ്പീഡ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്.
കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ ബാക്ക് പോകുകയാണ് എങ്കിൽ പിന്നെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പാർക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞ റിവേഴ്സ് ക്യാമറയുടെ ഫംഗ്ഷൻ കാണാം. ബാക്കിലെ ക്യാമറ അത് ഫുൾ സ്ക്രീനിൽ കാണണമെങ്കിൽ അതിനൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സൂം ചെയ്ത് താഴത്തെ പോർഷൻ കാണണമെങ്കിൽ അതിനൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ ആ ഒരു സെൻസേഴ്സ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാണാനായിട്ട് പറ്റും. ആ റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത് ഒരു ഹൈ ഡെഫിനിഷൻ ക്യാമറ, ഫുൾ ക്ലാരിറ്റിയിലാണെന്ന് പറയാം. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ആണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസിന് ചുറ്റുഭാഗത്തെല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. ആ വശത്തും നമുക്കത് കാണാം. സെൻറ്ററിൽ നമ്മൾ ആദ്യം പറഞ്ഞാണ് ഒരു വൈറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ആ ഒരു ഫുൾ ഒരു AC ആൻഡ് സെൻറ്റർ കൺസോൾ എന്ന് പറയാം. അതിനകത്ത് നമുക്ക് മറ്റേ ഹസാർഡ് ലൈറ്റ് ലോക്ക് ആൻഡ് അൺലോക്ക്, പിന്നെ ACയുടെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു 65 വാട്ട്സിൻ്റെ ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു USB Type C കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ കാണുന്നത് ഇതിനകത്തൊരു ഡാഷ് ക്യാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കണക്ഷൻ്റെ ഇതാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. വയർലെസ് ചാർജിങ് പോലെയുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. നമ്മുടെ ഡ്യുവൽ ഇൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഗിയർ സെലക്ടർ കാണാം. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, ആ ഒരു ഓപ്ഷൻസാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ പാർക്ക് ബ്രേക്ക് ആൻഡ് ഓട്ടോ ഹോൾഡിൻ്റെ ഫീച്ചർ ഈ ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ്. സെൻറ്റർ ആംറെസ്റ്റ് വരുന്നില്ല. നല്ല കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. നമ്മളുടെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ്, പഞ്ചിൽ ഞാൻ പുതിയ കണ്ട ഒരു അപ്ഡേറ്റ് ആണ്. ഗ്രാബ് ഹാൻഡിൽസ് ഡ്രൈവറിനും കോ ഡ്രൈവർ സൈഡിലും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതാണെങ്കിൽ കോ ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ ഡിമ്മിങ്ങൾ IR VMs, അകത്ത് റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ്. അതിനകത്ത് കൂൾഡ് ഫീച്ചറിൻ്റെ ഓപ്ഷനും കൂടിയും ഈ ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. അതിപ്പോൾ നമ്മളുടെ ഡ്രൈവർ ഡോറുകൾ നമുക്ക് 90 ഡിഗ്രിയിൽ തുറക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ബാക്കിലേക്ക് നമുക്ക് AC വെൻറ്റ്സ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. സീറ്റ് കവേഴ്സ് എല്ലാം നമുക്ക് ആ ഒരു ഗ്രേ ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. നല്ല തൈ സപ്പോർട്ടുള്ള നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ്. സെൻറ്റർ ടണൽ കാര്യമൊന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. ബാക്കിലേക്ക് നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ്, ഫിക്സഡ് ഗ്രാബ് ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. പഞ്ച് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. പിന്നെ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ഈ 40 kW ബാറ്ററി പാക്കിലുള്ള വാഹനത്തിൽ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ ബാറ്ററി പാക്ക് ആൻഡ് പവർ ഫിഗറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്മാർട്ട് പ്ലസ് വേരിയൻറ്റ് ശരിക്കും 2 ബാറ്ററി ഓപ്ഷൻസിലാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പഞ്ചിൽ മൊത്തത്തിൽ 2 ബാറ്ററി ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഒരു 30 kW ബാറ്ററി പാക്കാണ്. അത് 87 HP പവറും 154 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡീസൻറ്റ് പവർഫുള്ളായിട്ടുള്ള ഒരു മോട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അത് റേഞ്ച് കമ്പനി പറയുന്നത് 365 to 375 ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന റേഞ്ച്. റിയൽ ലൈഫിൽ ഒരു 260-270 ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ സ്മാർട്ട് പ്ലസ് വേരിയൻറ്റിൽ നമുക്ക് ആ 30 kW അവൈലബിൾ ആണ്. പിന്നെ 40 kW ബാറ്ററി പാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ സ്മാർട്ട് പ്ലസ് വേരിയൻ്റ് ആണ്. അതായത് 40 kW ബേസ് വേരിയൻ്റ് എന്ന് പറയാം. 40 kW വന്നു കഴിഞ്ഞാൽ 127 HP പവറും 154 Nm ടോർക്കുമാണ്. 127 HP പവർ എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു വാഹനത്തിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അപാര പവറാണ്. 0 to 100 ഒക്കെ 9 സെക്കൻഡ്സ് എന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പല ഓൺലൈൻ വീഡിയോസിലും അതിൽ താഴെ ടൈമിലുള്ളത് 0 to 100 ഒക്കെ ക്ലെയിം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് രസമാണ് ഓടിക്കാൻ. അത്ര പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഇത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് 468ആണ്. റിയൽ ലൈഫിൽ ഒരു 350-370 ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ വാറണ്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ 30 kW ബാറ്ററി പാക്ക് ആണ് എങ്കിൽ 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററാണ് വാറണ്ടി കൊടുത്തിരിക്കുന്നത്. ബാറ്ററിക്ക് മാത്രമാണ് കേട്ടോ. ഇനി 40 kW ആണെങ്കിൽ ലൈഫ് ടൈം ആണ് വാറണ്ടി കൊടുത്തിരിക്കുന്നത്. അൺലിമിറ്റഡ് കിലോമീറ്ററും. ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ 15 കൊല്ലമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ബാറ്ററിക്കുള്ള വാറണ്ടിയാണ്.
നമ്മളുടെ മോട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിരിക്കുന്ന മോട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് 8 കൊല്ലം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററാണ് വാറണ്ടി. കാറിന് കൊടുത്തിരിക്കുന്ന വാറണ്ടി 3 കൊല്ലം അല്ലെങ്കിൽ 1,25,000 കിലോമീറ്ററാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അൺലിമിറ്റഡ് വാറണ്ടി എന്ന് വിചാരിക്കുന്നത് ഫുൾ വാഹനത്തിനല്ല, ബാറ്ററിക്ക് മാത്രമാണ്. ഇത് പലർക്കുമുള്ള കൺഫ്യൂഷനാണ്. കുറേ അധികം ആളുകൾ ഇത് മെസ്സേജ് അയക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്തത്. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ പഞ്ച് പുതിയ EV ആണ്, അതിന് പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബേസ് സ്മാർട്ട് വേരിയൻറ്റ് നിങ്ങൾക്ക് 10,65,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്മാർട്ട് പ്ലസ് വേരിയൻറ്റ് 30 കിലോ വാട്ട് ബാറ്ററി പാക്കിന് 11,40,000 രൂപയും നിങ്ങൾ ഈ കാണുന്ന 40 കിലോ വാട്ട് ബാറ്ററി പാക്കിന് 12,20,000 രൂപയാണ് പ്രൈസ്. 80,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നത്. ആ 80,000 രൂപ പ്രൈസ് ഡിഫറൻസിന് ഇത് വെർത്താണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു കാരണവശാലും 30 എടുക്കരുത്. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ പറയുകയാണെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള 40 കിലോ വാട്ട് ബാറ്ററി പാക്ക് തന്നെ എടുക്കണം. ഈ 40ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ബാറ്ററി പാക്ക് മാത്രമല്ല അഡീഷണലി കിട്ടുന്നത്, 30 കിലോ വാട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈവ് മോഡുകൾ 40 കിലോ വാട്ടിലാണ് ലഭിക്കുന്നത്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക്, ഓട്ടോ ഹോൾഡിൻ്റെ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ ഹിൽ ഹോൾഡ് 40 കിലോ വാട്ടിലേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ റിവേഴ്സ് ക്യാമറ ഈ 40 കിലോ വാട്ടിലേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എക്സ്റ്റേണലി കാണുന്ന 16 ഇഞ്ച് വീൽസ് നിങ്ങൾക്ക് 40 കിലോ വാട്ടിലാണ് വരുന്നുള്ളൂ. ഇത്രയും ഫീച്ചേഴ്സ്, അതായത് ഡ്രൈവ് മോഡുകൾ, ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്, പിന്നെ 16 ഇഞ്ച് വീൽസ്, റിവേഴ്സ് ക്യാമറ, പിന്നെ കോ ഡ്രൈവേഴ്സുള്ള സൺവൈസസിലുള്ള മിറേഴ്സ്, ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് സ്മാർട്ട് പ്ലസ് 30 കിലോ വാട്ട് ബാറ്ററി പാക്കിൽ ലഭിക്കില്ല. ഈ ഒരു 40 കിലോ വാട്ടിൽ മാത്രമാണ് ലഭിക്കുക. അപ്പോൾ ഇത് തന്നെയാണ് എന്തുകൊണ്ടും വെർത്ത്. ഇനി ഇതിന് തേർഡ് വേരിയൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് അഡ്വഞ്ചർ വേരിയൻ്റ് ആണ്. അതിൽ 40 കിലോ വാട്ട് മാത്രമേ വരുന്നുള്ളൂ. 12,98,000 രൂപയാണ് പ്രൈസ്. ഇനിയും ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റ് എംപവേർഡ് ആണ്. അതിനകത്താണ് 360 ക്യാമറ പോലെയുള്ള സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 13,74,000 രൂപയാണ് എംപവേർഡിന് പ്രൈസ്. എംപവേർഡ് പ്ലസ് എസ് ടോപ്പ് എൻഡ് വേരിയൻറ്റിന് 14,07,000 രൂപ. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ടോപ്പ് എൻഡിലേക്ക് പോവുക, നിങ്ങൾക്ക് ആ ഒരു പ്രീമിയം 360 ക്യാമറ, മറ്റ് അടിപൊളി അലോയ് വീൽസ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ലഭിക്കും. അതല്ല നിങ്ങൾക്ക് ഡെയിലി യൂസിന് വേണ്ട ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി EV ആണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ഈ ഒരു വേരിയൻ്റ് ആയിരിക്കും ബെസ്റ്റ്. റേഞ്ച് കിട്ടുന്നുണ്ട് 350 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡെയിലി 50 അല്ലെങ്കിൽ 100 കിലോമീറ്റർ ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ചാർജ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യണമെങ്കിൽ രാത്രി കുത്തിയിട്ട് കഴിഞ്ഞാൽ 8 മണിക്കൂറൊക്കെയാണ് ഈ ഒരു ചാർജിങ് സൈക്കിൾ പറയുന്നത്. അതല്ല നിങ്ങൾക്കിപ്പോൾ പുറത്തുള്ള DC ചാർജറിൽ 65 കിലോ വാട്ടിൻ്റെ DC ചാർജറിലാണ് ചാർജ് ചെയ്യുന്നത് എങ്കിൽ 20 to 80% ചാർജ് ആവാൻ 26 മിനിറ്റാണ് പറയാനുള്ളൂ. അപ്പോൾ ഹാഫ് ആൻ അവർ കൂട്ടിക്കോ. അപ്പോൾ ഹാഫ് ആൻ അവറിൽ ഒരു ചായയൊക്കെ കുടിച്ച് വരുമ്പോഴത്തേക്കും ഈസിലി സാധനം ചാർജായി കിട്ടുകയും ചെയ്യും. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു ബെസ്റ്റ് EV ആണ് നമ്മളുടെ പഞ്ച് EVയുടെ ഈ ഒരു സ്മാർട്ട് പ്ലസ് വേരിയൻറ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചാനലിൽ വ്യൂവേഴ്സ് വരുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിൻ്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ടാറ്റയുടെ EV എന്നല്ല, ഏത് വാഹനം ബുക്ക് ചെയ്യാനാലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പഞ്ച് EVയുടെയൊക്കെ എല്ലാ വേരിയൻറ്റുകളും റെഡി സ്റ്റോക്ക് കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.